യൂബറും ഒലയുമെല്ലാം സംസ്ഥാനത്തെ റോഡുകൾ കീഴടക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ സവാരി എന്നൊരു ആപ്പ് കൊണ്ടുവരുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഡ്രൈവർമാരെല്ലാം ഈ ആപ്പിനെ കണ്ടതും വാഹന ഉടമകളെല്ലാം തന്നെ. ഇതുവഴി നമുക്ക് സഞ്ചരിക്കാൻ, അതായത് യൂബർ ഒല പോലെ തന്നെ ഉള്ളവർ സഞ്ചരിക്കാൻ നമുക്ക് വാഹനങ്ങൾ ബുക്ക് ചെയ്യാവുന്ന ഒരു ആപ്പായിരുന്നു ഇത്. ഇന്നലെയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഈ ഉദ്ഘാടനത്തിന് ശേഷം ഈ ആപ്പ് എത്രത്തോളം പ്രാവർത്തികമായി, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും ഉപഭോക്താക്കൾക്കും എത്രത്തോളം ലഭ്യമായി എന്ന കാര്യമാണ് ഇന്ന് സി മലയാളം ന്യൂസ് പരിശോധിക്കുന്നത്. മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറി കേരള സവാരി എന്ന് ടൈപ്പ് ചെയ്താൽ വരുന്നത് ഇത്രയും ആപ്പുകളാണ്. ഇതിൽ ആ ആപ്പ് ലഭ്യമായിട്ടില്ല. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വെബ്സൈറ്റിൽ എന്ത് വിവരമാണ് നൽകിയതെന്ന്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൂഗിൾ കേരള സവാരി .kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കേരള സവാരിയുടെ പേജ് തുറന്നു വരും. ഇതിൽ ആപ്പിനെ കുറിച്ച് ഉള്ള വിവരം കൊടുത്തിട്ടുണ്ട്. കേരള സവാരി ആപ്പ് വിൽ ബി അവൈലബിൾ ഇൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ സൂൺ ആഫ്റ്റർ ദ സെക്യൂരിറ്റി ഒതൻറ്റിക്കേഷൻ എന്ന ഒരു മെസ്സേജ് മാത്രമാണ് ഈ പേജ് തുറക്കുമ്പോൾ വരുന്നത്. അതായത് ഇന്നലെ മുതൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആപ്പ് ഇതുവരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന ഒരു മറുപടി മാത്രമാണ് ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സി മലയാളം ന്യൂസ് അന്വേഷണം നടത്തിയപ്പോൾ ഇന്നലെ രാവിലെയാണ് ഇത് പ്ലേ സ്റ്റോറിലേക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വെരിഫിക്കേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാങ്കിങ് ആപ്പുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നതിനാൽ വളരെ സമയമെടുത്ത് മാത്രമേ ഇതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിളുമായി ബന്ധപ്പെടാൻ ഒരു ഫോൺ, അല്ലെങ്കിൽ ഫോൺ വഴി ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം ഇതുവരെ ലഭ്യമല്ല. ആകെ കമ്മ്യൂണിക്കേഷനിൽ ലഭ്യമായത് ഇമെയിൽ സന്ദേശം വഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും, അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് എപ്പോൾ ഇതിൻ്റെ ഉപയോഗം ലഭ്യമാകുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതേസമയം എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ച് ഇത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് കേരള സവാരി ടീം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.